പുതിയ നിയമവിശ്വാസികളായ നമ്മൾ നേരിടുന്ന ആത്മീയ പോരാട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ സാത്താന്യ രാജ്യത്തിലായിരുന്ന നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചതിനാൽ ഇവിടെ നിന്ന് ഏത് വിധേനയും നമ്മളെ തിരികെ അവൻ്റെ രാജ്യത്തിൽ എത്തിക്കാനുള്ള പോരാട്ടത്തിലാണ് പിശാച് എന്ന കാര്യം നമ്മൾ മറന്നുപോയി. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ സ്വർഗീയ പിതാവ് നമ്മളെ കൊണ്ടെത്തിച്ചതാണ്. എന്നാൽ പിശാചിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അവൻ്റേതായിരുന്നു ഒരിക്കൽ, അവൻ്റെ കസ്റ്റഡിയിൽ തന്നെ ആക്കാനുള്ള പോരാട്ടം തുടരുകയാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ നേരിടേണ്ടത് ഏതെങ്കിലും ലോകശക്തികളെ അല്ല എന്ന് നമുക്കറിയാം. തിരുവചനം പറയുന്നു, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുമാണ് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത്. 24/7 നമ്മൾ വിജിലൻ്റ് ആയിരുന്നെങ്കിലേ ഈ പോർക്കളത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ, അല്ലെ പട്ടുപോകും. കർത്താവിനും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ പോർക്കളത്തിൽ നിരന്തരം നമ്മളായിരിക്കണമെന്ന തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന വചനഭാഗങ്ങളാണ്. പുരാതന ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ വിദേശ ശക്തികൾ നമ്മളെ ആവർത്തിച്ച് ആക്രമിക്കുകയും കൊള്ളയിടുകയും ചെയ്തത് ഖൈബർ പാസ്, ബോളൻ പാസ് എന്ന് വിളിക്കുന്ന ചുരങ്ങൾ വഴിയായിരുന്നുവെന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. ഇന്നത്തെ പോലെ ഒരു ഏകീകൃത ഭരണകൂടം ഒന്നും അക്കാലത്ത് ഇല്ലായിരുന്നതിനാലും മറ്റു പല കാരണങ്ങളുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോയി നമ്മുടെ സമയം കളയുന്നില്ല. ഒരു കാര്യം ഓർപ്പിക്കാനാണ്, ഇതുപോലെ തന്നെയാണ് അന്ന് ശത്രുക്കൾ ഈ പഴുതുകളിലൂടെ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ അവർക്ക് എളുപ്പമായതുപോലെ പുതിയ നിയമ വിശ്വാസികളായ നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പിശാചിനും ഇതുപോലെയുള്ള പഴുതുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചരിത്രം ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഒന്നാമത്, ശത്രു നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന വിശാലമായ ഒരു കവാടമാണ് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി, ദ വേൾഡ് സിസ്റ്റം. ലോകം എന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രലോഭനത്തിലൂടെ അല്ലെങ്കിൽ പീഡനത്തിലൂടെ, വശീകരണത്തിലൂടെയോ അല്ലെങ്കിൽ ഭീഷണിയിലൂടെയോ നമ്മുടെ വിശ്വാസ കപ്പൽ തകർത്ത് കളയാൻ പിശാച് ലോകത്തിനുള്ളിലുള്ള രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാംസ്കാരികമാകട്ടെ, മതമാകട്ടെ, ഈ വ്യവസ്ഥിതികളെ എല്ലാം നമ്മൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് മറന്നു പോകരുത്. ഇവിടെയാണ് പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കേണ്ടത്. ആ സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. എന്നാൽ നമ്മൾക്കൊരു സമയപരിധി നമ്മൾ നിർണയിച്ചിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ ഉള്ള ഭാഗത്ത് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല എന്ന് ആ തിരുവചന ഭാഗം നമ്മളോട് പറയുന്നു. അതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ഈ മുന്നറിയിപ്പുകൾ ചെവിക്കൊണ്ടാൽ ശത്രുവിൻ്റെ ഈ മേഖലയിലുള്ള, അതായത് വേൾഡ് സിസ്റ്റത്തിൽ നിന്നുള്ളതായ മുന്നേറ്റത്തെ ചെറുക്കാൻ നമുക്ക് കഴിയും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്ന ഞാൻ എന്നേക്കും ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് മാർച്ച് ചെയ്യാൻ കഴിയണം. ഈ ലോകത്തിൽ ജീവിക്കാൻ, അങ്ങനെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കട്ടെ, സജ്ജരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ ലോക വ്യവസ്ഥിതി ശത്രുവിന് പുറത്തു നിന്ന് ആക്രമിക്കാനുള്ള ഒരു കവാടമായിരുന്നെങ്കിൽ
നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മെ ആക്രമിക്കാൻ പിശാചിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നത് നമ്മളിൽ വസിക്കുന്ന മറ്റൊരു ഹീറോയാ ജഡം. നമ്മുടെ ശരീരമല്ല ജഡമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ആത്മാവ് ശരീരത്തെ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പാപത്തിന്റെ തടവറയിൽ പിശാച് ബന്ദികളാക്കിയവരുടെ ശരീരത്തെ ഉപയോഗിക്കുന്നത് പാപാതുരമായ ഈ ജഡമാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഫലമായി നമ്മളിലെ കുടികിടപ്പ് അവകാശം സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ ജഡം. അവൻ അവസരം കിട്ടിയാൽ ദൈവമക്കളിലും പിശാചിന് കടന്നു കയറാൻ വഴിയൊരുക്കുന്ന ഒരു കൈബർ പാസായി, ബോളൻ പാസായി, അല്ലെ ഒരു പാതയായി അവൻ നമ്മുടെ ജഡത്തിൽ നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മരിപ്പിക്കാൻ പിശാച് ഈ ജഡത്തെ ഉപയോഗിക്കുമെന്ന് മറന്നു പോകരുത്. അനുദിനം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ മാത്രമേ ഇതുവഴി ശത്രുവിന്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം വായിച്ചാലൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഞാൻ അവിടെയും വിശദീകരണത്തിന് നിൽക്കാതെ, മൂന്നാമത്, കഴിഞ്ഞ ചില ആഴ്ചകളിലായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭക്തിയുടെ വേഷത്തിൽ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറി വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന പിശാചിന്റെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് അല്പം കൂടെ പറയാനാണ്. ദുരുപദേശത്തിലൂടെയും വ്യാജാത്മാവിന്റെ അത്ഭുത പ്രവർത്തനത്തിലൂടെയും ദൈവജനത്തെ വഞ്ചിക്കുന്ന സാത്താന്റെ പ്രവൃത്തിയെക്കുറിച്ച് വചനത്തിൽ പറയുന്ന ഏതാനും കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണെന്ന്. ശത്രുവിന്റെ പ്രവർത്തനത്തിനായി നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വ്യാജാത്മാവ് ശരീരമാം സഭയെയും ഉപയോഗിക്കും. നോക്കണേ, നമ്മളെ ആസ് എ പേഴ്സൺ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, അവിടെ ശരീരത്തെ പിശാച് ഈ ജഡത്തിലൂടെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ക്രിസ്തുവിന്റെ തലയുടെ ഭാഗമായ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. അതിലെ മെമ്പേഴ്സാണ് നമ്മൾ ഓരോരുത്തരും. ഈ സഭയാം ശരീരത്തിലൂടെയും നമ്മോട് പിശാച് പോരാടി, അതും ഒരു വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പോരാട്ടമാണ്. ശരീരമാം സഭയുടെ ഉള്ളിൽ നിന്നുള്ള ഈ പോരാട്ടത്തിനെതിരെയും നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ ഇത്രയും വിശദമായിട്ട് ശത്രുവിന്റെ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മക്കളെന്നതിൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മുതൽ ഈ ഭൂമിയിലെ വാസം അവസാനിക്കുന്നത് വരെ നമ്മൾ അവധിയില്ലാത്ത ആത്മീയ പോരാട്ടത്തിലാണെന്ന് നിങ്ങളെ പിന്നെയും ഓർപ്പിക്കാനാണ്. നമ്മളെ പുതിയ നിയമ ലേഖനങ്ങളൊക്കെ പരിശോധിച്ചാൽ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയാം ശരീരത്തെ ആക്രമിക്കുന്ന ശത്രുവിന്റെ വിവിധ തരത്തിലുള്ള പോരാട്ടത്തിനെതിരെ ദൈവസഭയെ സജ്ജരാക്കുവാൻ അപ്പോസ്തല പിതാക്കന്മാർ നൽകുന്ന മുന്നറിയിപ്പുകളാണ് ആ ലേഖനങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാ ലേഖനങ്ങളും എനിക്കൊന്ന് സർവേ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. റോമാലേഖനം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ച് കൊള്ളേണമെന്ന് അവിടെ പൗലോസ് വിശ്വാസികളോട് പ്രബോധിപ്പിക്കുക. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുമെന്ന് തിരുവചനോട് രേഖപ്പെടുത്തിയിരിക്കുക. ദുരുപദേശകർ ഇടർച്ചയുണ്ടാക്കുന്നവരാണെന്ന് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അവർ ദൈവക്കളുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കി സഭയുടെ ഐക്യം തകർക്കുന്നവരാണെന്ന് ഞാൻ അധികം നിങ്ങളോട് വിവരിച്ച് കേൾപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇവരുടെ ഉദ്ദേശവും അത് നേടാൻ ഉപയോഗിക്കുന്ന മാർഗവും അപ്പോസ്തലനിലൂടെ പറഞ്ഞത് നമ്മൾ കുറിക്കൊള്ളണം. വയറ്റിപ്പിഴപ്പിനാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞത്. അതിനായി അവരെന്ത് ചെയ്യുന്നു?
ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്ന തന്ത്രമാണ് പിശാച് ഉപയോഗിക്കുന്നത്. ഇനിയും കൊരിന്ത്യ സഭയിലേക്ക് നോക്കിക്കേ. 2 കൊരിന്ത്യർ 11:4 നോക്കിയാൽ അവർ 3 കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. ആരെങ്കിലും മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ അവർക്ക് വേറൊരു ആത്മാവിനെയോ അവർ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷത്തെയോ കൊടുക്കുകയോ ചെയ്താൽ ഒരു പ്രശ്നവുമില്ലാതെ കൊരിന്ത്യർ അതിനെ പൊറുക്കുന്നുവെന്ന അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. വളരെ വിശദമായി പഠിക്കേണ്ട വിഷയമാണിത്. അവരുടെ ഇടയിലെ ധാർമ്മിക അധപതനത്തിനും ഭിന്നതയ്ക്കുമെല്ലാം കാരണം അതായിരുന്നു. പ്രിയരെ, നമ്മുടെ ഇടയിൽ ദുരുപദേശക്കൂട്ടർ കൂണുപോലെ മുളയ്ക്കുന്നത് കണ്ടിട്ടും ഈ കൊരിന്ത്യരെ പോലെയുള്ള ഒരു പ്രതികരണമാണോ നമുക്കുള്ളത്? അതിനെയൊക്കെ പുറത്തു കഴിയുന്ന ഒരു ജീവിതമാണോ, ആത്മീയ ജീവിതമാണോ നമുക്കുള്ളത്? അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവരെ വിട്ടൊഴിയാൻ നമ്മൾ തയ്യാറാകണം. ഗലാത്യ സഭയിലേക്ക് വരുമ്പം രക്ഷയുടെ പൂർത്തിക്ക് ക്രൈസ്റ്റ് പ്ലസ് സംതിങ് വേണമെന്ന ദുരുപദേശം അവിടെ കൊണ്ടുവന്നത്. അതാണ് അപ്പോസ്തലൻ ഡീൽ ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനോടൊപ്പം ന്യായപ്രമാണവും വേണമെന്ന യഹൂദ ക്രിസ്ത്യാനികളുടെ ആ സമ്മർദ്ദം ആ സഭയിലെ സഹോദരങ്ങളെയെല്ലാം 2 തട്ടുകളിലാക്കിയതായിട്ട് നമുക്ക് കാണാം. എഫേസ്യ സഭയുടെ കാര്യമെടുത്താൽ അത് കുറെ കൂടെ ഗൗരവമേറിയതാണ്. ഇവിടെ സുവിശേഷത്തോടൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ സംസാരിച്ചതുപോലെ നോസ്റ്റിക് സിദ്ധാന്തം കൂടി അവർ കൂട്ടിച്ചേർക്കുക. എന്നിട്ടോ വിശ്വാസികളുടെ ജീവിത വിശുദ്ധിയെ ഇല്ലാതാക്കാൻ ഈ ദുരുപദേഷ്ടാക്കന്മാർ ശ്രമിച്ചിരിക്കുക. ശരീരം കൊണ്ട് പാപം ചെയ്യാൻ അവരെ ഈ ദുരുപദേഷ്ടാക്കന്മാർ വശീകരിക്കുകയാണ്. അവർ ആചരിച്ചു വന്നിരുന്ന ജാതീയ മ്ലേച്ഛതകളെ ഈ ഉപദേശത്തിലൂടെ സഭയ്ക്കകത്തേക്ക് കടത്തിവിടുകയായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. ഇനി അവർ പറയുന്ന ന്യായീകരണം പാപം ആത്മാവിനെ ഒരിക്കലും ബാധിക്കുകയില്ലെന്നാണ്. എത്ര വഞ്ചന നിറഞ്ഞ ഒരു ഉപദേശമായിരുന്നു അത്. എന്നാൽ കൊലോസ്യ സഭയിലേക്ക് വരുമ്പോൾ ഇതേ തത്വം തന്നെ, അതായത് നോസ്റ്റിക്കുകാർ പറയുന്ന മാറ്റർ ഈസ് ഈവിൾ ആൻഡ് സ്പിരിറ്റ് ഈസ് ഗുഡ് എന്ന് പറയുന്ന അതേ കണ്ടെത്തൽ തന്നെ അസറ്റിസം എന്ന് പറയുന്ന മറ്റൊരു മാർഗം കൊണ്ട് അവർ നേരിടുകയാണ്. അവർ പറയുന്നേ മാറ്റർ, അതിലടങ്ങിയിരിക്കുന്ന ഈവിളിനെ അവരതിനെ മാറ്റർ എന്നുള്ളിടത്ത് ശരീരം എന്ന് റീപ്ലേസ് ചെയ്തിട്ട് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈവിളിനെ കഠിനമായ വർജനത്തിലൂടെ നശിപ്പിക്കാനുള്ള ഉപദേശങ്ങളാണ് ആ സഭയ്ക്ക് കൊടുക്കുന്നത്. ഇതിനെ വർജന സിദ്ധാന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങളൊക്കെ ഇവർ കീഴ്പ്പെട്ട് ആ വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. കൊലോസ്യർ 2-ാം അധ്യായത്തില് ഈ ദുരുപദേശത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് അപ്പോസ്തലൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തെസ്സലോനിക്കരുടെ അടുക്ക് വരുമ്പം കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് പിശാച്. പൗലോസിന് പറയാനുള്ളത് ആരും നിങ്ങളെ ഏത് വിധേനയും ചതിക്കരുതെന്നാണ് അതിനോടുള്ള ബന്ധത്തില്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മുടെ ആയുഷ്കാലങ്ങളിൽ ചരിത്രത്തിലേക്കൊക്കെ നോക്കിയാൽ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ഉള്ള ദുരുപദേശങ്ങൾ, കർത്താവ് വന്നേച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപദേശങ്ങൾ, അതിന്റെ ചതിയിൽപ്പെട്ട് ആത്മഹത്യ വരെ ചെയ്തിട്ടുള്ളതായ കൂട്ടങ്ങളെയൊക്കെ നമുക്കറിയാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പറയല്ല. ഞാൻ ഈ സഭകളിലെ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് ഓർപ്പിച്ചു പോവുകയാണ്. തിമോഥെയോസിന് പൗലോസ് എഴുതുമ്പോൾ സൗണ്ട് ഡോക്ട്രിൻ, പഥ്യവചനത്തിന് പകരം അതർ ഡോക്ട്രിൻ, സന്യത ഉപദേശിക്കുന്ന ചിലർ ശുദ്ധഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഇതുകൊണ്ട് ഉളവാകുന്ന സ്നേഹം വിട്ടുമാറി വൃഥാവാദത്തിലേക്കും മറ്റ് കിഴവിക്കഥകളിലേക്കുമൊക്കെ തിരിഞ്ഞ് സഭയിലെ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുക. നോക്കണേ, ഇവര് പാസ്റ്ററെ ഓവർടേക്ക് ചെയ്ത് അവര് തന്നെ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കുക, സഭയിലെ പ്രബോധനക്കാരും
സാക്ഷ്യത്തിൽ കൂടെയും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അവ ആ സഭയെ ആകെ കലക്കുന്ന കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. തിമോഥെയോസ് നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു അത്. പൗലോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ കുറെ ദുരുപദേഷ്ടാക്കന്മാരും അവരെ ദുഷ്കാമ പ്രവൃത്തികളെ സഭയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അത് ബാക്കിയുള്ളവരെയും അനുകരിക്കുന്നതിലേക്ക് നയിക്കുക. ഇതെല്ലാം പറയുന്നത് തിരുവചനത്തിലെ ഭാഗങ്ങളാ. 2 പീറ്റർ 2 നിങ്ങൾ വായിച്ചു നോക്കണം. ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് പുതുതായി വന്ന വിശ്വാസികളെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കിയിരിക്കുന്നെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുമെന്ന് പത്രോസ് അപ്പോസ്തലൻ അവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ യൂദയുടെ ഭാഷയിൽ ആ യൂദയുടെ ലേഖനത്തിലേക്ക് വന്നാൽ കയീന്റെ വഴിയിൽ നടക്കുന്നവരും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരും കോരഹിന്റെ മത്സരത്തിൽ കഴിയുന്നവരും സഭയ്ക്കുള്ളിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇവരെക്കുറിച്ച് യൂദ വളരെ ഹാർഷായിട്ടാണ്, വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്ക് മന്ദതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രതഗതിയുള്ള നക്ഷത്രങ്ങളാണ് ഇവരെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്നതെല്ലാം ഓരോ ലേഖനത്തിലുമുള്ള കാര്യങ്ങൾ നമുക്ക് മാസങ്ങൾ ഇരുന്ന് പഠിക്കുവാനുള്ളതുണ്ട്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുകയാണ്. മത്തായി 7:15 കർത്താവ് തന്നെ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളെന്ന് പൗലോസ് പറഞ്ഞ കാര്യം തന്നെ കുറെ കൂടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു തരികയാണ് കർത്താവ്. അതുകൊണ്ടാണ് ഈ പുറമേയുള്ള കുപ്പായം നോക്കി അല്ലെങ്കിൽ അവരുടെ പ്രകടനം നോക്കി ഏതെങ്കിലും സിദ്ധന്മാരുടെ പുറകെ നമ്മൾ പോയി വഞ്ചിക്കപ്പെടരുതെന്ന് തിരുവചനം നമ്മളെ മുന്നറിയിപ്പ് നൽകി നമ്മളോട് സംസാരിക്കുന്നത്. ഈ 1 യോഹന്നാൻ 4 വരുമ്പോൾ വയോധികനായ യോഹന്നാൻ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൂടെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീനെന്നാണ്. ഇവിടെ ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വി നീഡ് ടു ടെസ്റ്റ് വെദർ ദ സ്പിരിറ്റ് ഈസ് ഫ്രം ഗോഡ് ഓർ ഫ്രം ഈവിൾ. ഏത് ആത്മാവിനെയും നമ്മൾ വിശ്വസിക്കരുതെന്ന് യോഹന്നാൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിൽ നിന്നുള്ളതും പിശാചിൽ നിന്നുള്ളതുമായ ആത്മാക്കൾ ഉണ്ടെന്ന് യോഹന്നാൻ ഇവിടെ അസന്നിഗ്ധമായി പറയുക. അതുകൊണ്ട് നമ്മുടെ മേലോ മറ്റാരുടെ മേലോ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ പിശാചിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, നമ്മളിൽ വ്യാപരിക്കുന്നതിനെ കൂടെ ശ്രദ്ധിക്കണം, അതും ടെസ്റ്റ് ചെയ്യണം നമ്മൾ. എന്നാലേ യോഹന്നാൻ ഇവിടെ പറയുന്ന ഒരു പ്രത്യേക കോണ്ടസ്റ്റിലാണ് കേട്ടോ. യോഹന്നാൻ ഞാൻ മുൻപേ പറഞ്ഞ നോസ്റ്റിക് സിദ്ധാന്തത്തിന്റെ ഉപദേശത്തിലൂടെ ജനത്തെ വഞ്ചിക്കാൻ ശ്രമിച്ചിരിക്കുന്ന കള്ളപ്രവാചകന്മാരിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ ശോധന ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ നോസ്റ്റിക് ഉപദേഷ്ടാക്കന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ശരീരം ഈവിൾ ആയതിനാൽ യേശുവിൻ്റെ ശരീരം വെറും ഇല്യൂഷൻ ആയിരുന്നു, അല്ലെ മായയായിരുന്നു. യേശുവിന് ശരിക്കും ഒരു ശരീരമില്ലായിരുന്നു എന്ന് പഠിപ്പിച്ചവരാ. അതുകൊണ്ട് യോഹന്നാൻ അവരുടെ ആത്മാവ് വ്യാജമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ടെസ്റ്റായിട്ടാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്. എന്ത്? ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന്. നോക്കണേ, ഈ വാക്യത്തെ എടുത്ത് നമ്മളൊരു ജനറലൈസ് ചെയ്തതൊരു ഒരു പൊതു മാനദണ്ഡമായി ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കരുത്. യോഹന്നാനോട് പറയുമ്പോൾ യേശുവിനെ കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്തിട്ടുള്ള അപ്പോസ്തലൻ ജ്ഞാനവാദികൾ യേശുവിന് ശരീരമില്ല, മായയാണെന്നൊക്കെ പറഞ്ഞാൽ അത് പിശാചിന്റെ വഞ്ചനയാണെന്ന്
തീർത്തു പറയാൻ കഴിയുള്ള ആളാണ്. എന്നാൽ ഈ വചനത്തിന്റെ സന്ദർഭം മനസ്സിലാക്കാതെ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ആരെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവരും ഈ പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അല്ലാഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന പല കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടക്കന്മാരുടെയും ആത്മാക്കളെ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിത് വിശദീകരിക്കാം. ദൈവവചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആര്, ആരോട്, ആരെക്കുറിച്ച്, എപ്പോൾ, എന്തിനാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ ഒരു വാക്യം കൊണ്ട് ഒരിക്കലും ഒരു സിദ്ധാന്തം സ്ഥാപിക്കാൻ പാടില്ല. ഈയിടെ ഒരു സഹോദരി 1 കൊരിന്ത്യർ 4:20 ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു എന്ന വാക്യമെടുത്ത് വചനത്തെക്കാൾ വലിയ ഏതോ ശക്തിയിലാണെന്ന് നമ്മൾ ജീവിക്കേണ്ടതെന്നൊക്കെ വ്യാഖ്യാനിച്ച് അബദ്ധത്തിൽ ചാടിയത് ഒരുപക്ഷെ നിങ്ങളും കേട്ടിരിക്കും. ഈ തത്വം പാലിക്കാഞ്ഞത് കൊണ്ട് പറ്റിയ കുഴപ്പം അവർക്കത്. പൗലോസ് അവിടെ പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചേ ആയിരുന്നില്ല. കൊരിന്ത്യ സഭയിലെ ചീർത്തിരിക്കുന്ന ചിലരുടെ വാക്കല്ല ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാക്കിലല്ല, അല്ലെ വചനത്തിലല്ല, ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് ആ ഭാഗത്ത് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ മുൻപും പിറമും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും വായിച്ചു നോക്കാതെ ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് സിദ്ധാന്തം സ്ഥാപിക്കാൻ പോയാൽ നമ്മൾ പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടും. ഇതുപോലെ യോഹന്നാനിവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, നോസ്റ്റിക് ഉപദേശക്കാർ യേശു ശരീരമില്ലാത്തവനായിട്ടല്ല നമ്മുടെ ഇടയിൽ പാർത്തത് എന്ന് അതിനെതിരെ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തു ജഡത്തിൽ വന്നവനാണോ എന്ന് പ്രസംഗിക്കുന്നവനാണോ ഈ അവന്റെ അങ്ങനെയുള്ളവന്റെ ആത്മാവാണ് ശരിയായതെന്ന് പറയാനുള്ള കോണ്ടസ്റ്റ്. എന്നാൽ ചരിത്രത്തിലുടനീളം നമ്മൾ പിന്നെയും പരിശോധിക്കുകയാണെങ്കിൽ ജഡത്തിൽ വന്ന യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും ഡിനോമിനേഷൻസും ഒക്കെ ഞാൻ ഒന്നും പേരെടുത്ത് പറയുന്നില്ല, ബൈബിളിലെ പരിപൂർണമായ പഠിപ്പിക്കലുകളെ ഉൾക്കൊള്ളാതെ അതിലെ സത്യത്തെ വളച്ചൊടിക്കുകയോ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. യേശു ജഡത്തിൽ വന്നുവെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് അവരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണെന്ന് നമ്മൾക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല. മത്തായിയുടെ സുവിശേഷത്തില് യേശു കർത്താവ് തന്നെ അതിൻ്റെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതിന് നല്ല ഒരു ഉദാഹരണം അവിടെ നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു എന്നാണ് യേശു അവരെ കുറിച്ച് പറയുന്നത്. യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറയുന്ന ഇവരെ മനസ്സിലാക്കണമെങ്കിൽ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കണം. 13-14 വാക്യങ്ങളില് ആളുകൾ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന 2 പാതകളെ കുറിച്ച് കർത്താവ് വിവരിക്കുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വിശ്വാസികൾ തന്നെയാണ് ഈ 2 പാതകളിൽ കൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ കർത്താവിടെ കൺക്ലൂഷനിൽ പറയുന്നുണ്ട്, ഈ വിശാലമായ പാത നിത്യനാശത്തിലേക്കാണ്, ഇടുങ്ങിയ പാതയാണ് നിത്യജീവങ്കിലേക്കുള്ളതെന്ന് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇവര് ആ പാതകളിൽ കൂടെ സഞ്ചരിക്കുകയാണ്. നോക്കണേ, അവിടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വിശാലമായ പാതയിൽ അനേകരും ഇടുങ്ങിയ പാതയിൽ ചുരുക്കം പേരുമാണ് സഞ്ചരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, റിയലുമാണല്ലോ അത്. നമുക്കറിയാം ക്രിസ്ത്യാനികൾ എന്ന് പേരെടുത്ത എത്രയോ കൂട്ടങ്ങൾ ഇന്ന് വലിയൊരു കൂട്ടം അനേകരുണ്ടെന്ന് നമുക്ക് പറയാം. ലോകത്തിൽ തന്നെ മെജോറിറ്റി ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് അവർ നിൽക്കുക. വാസ്തവത്തിൽ
ഈ രണ്ട് പാതയിലും സഞ്ചരിക്കുന്നവർ സ്വർഗരാജ്യത്തിലേക്കാണെന്ന് പറഞ്ഞാണ് സഞ്ചരിക്കുന്നത്. തുടർന്ന് 15 മുതലുള്ള വാക്യങ്ങളിൽ ഈ പാതകളിലൂടെ സഞ്ചരിക്കുന്ന രണ്ടു തരം ആളുകളെയും നമ്മൾക്കറിയാവുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് യേശുനാഥൻ അവരുടെ വ്യത്യസ്തത നമ്മളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരണമേ. അവിടെ ആടുകളെയും ചെന്നായ്ക്കളെയും യേശു കർത്താവ് കാണിക്കുന്നു, താരതമ്യം ചെയ്യുന്നു. ഇനി മുന്തിരിപ്പഴത്തെ മുള്ളുകളുമായി താരതമ്യം ചെയ്യുന്നു, അത്തിപ്പഴത്തെ ഞെരിഞ്ഞിലുകളുമായി താരതമ്യം ചെയ്യുന്നു, നല്ല വൃക്ഷവും ആകാത്ത വൃക്ഷവും എടുത്തു കാണിക്കുന്നു, നല്ല ഫലവും ആകാത്ത ഫലവും കാണിച്ച് ഈ സത്യങ്ങൾ തൻ്റെ ചുറ്റിനും കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ആത്മീയ അവസ്ഥയാണെന്ന് യേശു കർത്താവിടെ തുറന്നു കാണിക്കുകയായിരുന്നു. പ്രായോഗികമായി പറഞ്ഞാൽ യേശുവിൻ്റെ വരവിനായി കാത്തുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുന്നവരുടെ കാര്യമാണ് ഈ രണ്ട് താരതമ്യ പഠനത്തിലൂടെ നമുക്കെല്ലാം മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ യേശു കർത്താവോട് വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ യാത്ര ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ആ ഭാഗം നമ്മളോട് പറഞ്ഞു തരികയാണ്. ആ ദിവസം തൻ്റെ അടുക്കൽ വരുന്ന രണ്ടു തരം ആളുകളെ കുറിച്ചാണ് യേശു അവിടെ അവതരിപ്പിച്ച് പറയുന്നത്. അതായത് അവസാന ദിവസം, ന്യായവിധിയുടെ ദിവസം, ദൈവം നിശ്ചയിച്ചിട്ടുള്ളതും ദൂതന്മാർക്കും മനുഷ്യർക്കും അറിയാൻ കഴിയാത്തതുമായ മഹത്തായ ദിവസം ചിലർക്ക് ഭയങ്കരവും മറ്റു ചിലർക്ക് സന്തോഷകരവുമായിരിക്കുമെന്നാണ് യേശു ആ ഭാഗത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. 21 മുതലുള്ള വാക്യത്തിൽ അവിടെ എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് പാതയിലും കൂടെ വന്നവർ. എന്നാൽ ചിലർ പുറന്തള്ളപ്പെട്ടു പോകുന്നു. സ്വർഗത്തിലേക്കുള്ള തങ്ങളുടെ ടിക്കറ്റ് വിലപ്പോവില്ലെന്ന് അവർ മനസ്സിലായപ്പോൾ അവരാകെ ആശയക്കുഴപ്പത്തിലും നിരാശയിലും പ്രതികരിക്കുക അവിടെ കിടന്ന്. യേശുവിൻ്റെ നാമത്തിൽ പ്രവചിച്ചവരാണ്, അവൻ്റെ നാമത്തിൽ പ്രസംഗിച്ചവരാണ്, ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തവരാണ്, മറ്റു പല അത്ഭുത പ്രവൃത്തികളും ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. അവരുടെ പ്രവൃത്തികളൊക്കെ അവരുടെ മഹത്വത്തിനായിട്ടായിരുന്നു അവർ ചെയ്തത്. ഇന്നും നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എന്നാൽ കർത്താവേ കർത്താവേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ നാളിൽ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ നിർഭാഗ്യവാന്മാർ ആരായിരുന്നു എന്നുകൂടെ അവിടെ പറയുന്നുണ്ട്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഈ വിശാലമായ പാതയിൽ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയും പറയുന്നു അവരൊത്തിരി പേരുണ്ടെന്നാണ് പറയുന്നത്. നിത്യജീവനിലേക്കുള്ള ഇടുങ്ങിയ പാത കണ്ടെത്തിയ താരതമ്യേന കുറഞ്ഞ പേരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിത്യമരണത്തിലേക്കുള്ള വിശാലമായ പാതയിൽ സഞ്ചരിക്കുന്നവരാണിവർ. രണ്ടാമതായി, അവർ ക്രിസ്തുവിന്റെ നാമം അവകാശപ്പെടുന്നുണ്ട്. ഞങ്ങൾ നിന്റെ നാമത്തിൽ അതും ഇതുമൊക്കെ ചെയ്തവരാ. ഇവർ മുസ്ലിങ്ങളോ ബുദ്ധമതക്കാരോ നിരീശ്വരവാദികളോ ഒന്നുമല്ല സഹോദരങ്ങളെ. വഞ്ചിക്കപ്പെടരുത്. പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നമ്മളോടൊപ്പം സഭയാം ശരീരത്തിൽ തന്നെ വഞ്ചിക്കപ്പെട്ട് കഴിയുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചവരാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തവരാണ്. അവർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തവരാ. അവര് ഞാൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാ. അവർ യേശുവിൻ്റെ നാമത്തിൽ വലിയ പള്ളികൾ പണിതവരാ. ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് അവനുമായി ഒരു ബന്ധവുമില്ല എന്ന് യേശു കർത്താവ് പറയുക. പക്ഷെ ഇവർ അവകാശവും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. യേശു കർത്താവിന് പറയാനുള്ളത് അവരാരും അവൻ്റേതായിരുന്നില്ല എന്നാണ്. അവനവരെ പറഞ്ഞയക്കുന്നത് അവരുടെ ഓരോ വാക്കുകളും അവരുടെ ഓരോ ക്ലെയിംസും നിരസിച്ചുകൊണ്ടായിരുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞു വിടുകയാണ്. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട് ന്യായമായിട്ടും.
യേശു ഒരു നാൾ ഇവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ അത്ഭുതം ചെയ്യാനുള്ള അവരുടെ കഴിവിനെ എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും മറ്റുള്ളവരോട്? ആത്മാവില്ലാത്തവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാനും അത്ഭുതകരമായ രോഗശാന്തികളും അത്ഭുതകരമായ അടയാളങ്ങളും ചെയ്യാൻ കഴിയുമോ? അന്ത്യകാലത്ത് സാത്താന്റെയും അവന്റെ പൈശാചിക സൈന്യത്തിന്റെയും ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് തിരുവചനം, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വാക്കുകളിലുണ്ട്, അപ്പോസ്തലന്മാരുടെ വാക്കുകളിലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നു. ഇതെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാത്താൻ വളരെ കൗശലക്കാരനാണെന്ന് നമുക്കറിയാം. മത്തായി 24:24 യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്നാണ്. ഇപ്പൊ നമ്മൾ ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ, അവര് ഹിപ്നോട്ടൈസ് ചെയ്ത, അല്ലെങ്കിൽ മാജിക് ഷോ കൊണ്ടാ, മാജിക് കൊണ്ടാ, മാന്ത്രിക ശക്തി കൊണ്ടാ. നോ, ഇവിടെ യേശു കർത്താവ് പറയുന്നത് അവരല്ലാതെ തന്നെ റിയലായി തന്നെ കാണിക്കുമെന്നാ. എന്നാൽ സങ്കടകരമായ കാര്യം, പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങിയ കാര്യം, ഈ അത്ഭുതം നടത്തുന്നവർ പോലും തിരിച്ചറിയുന്നത് ആ അന്ത്യനാളിൽ യേശുവിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴാണ്. അവർ ചെയ്ത അത്ഭുതങ്ങളുടെ ഉറവിടം തിന്മയായിരുന്നുവെന്ന് അവർക്ക് പോലും കാണാൻ കഴിയാതെ വണ്ണം അന്ധരായി പോയവരാണവർ. ന്യായവിധിയുടെ നാളിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കാൻ നമ്മെ യോഗ്യരാക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അവന്റെ വാക്കുകൾ ശ്രവിക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അവരെക്കുറിച്ചാണ് 21-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം അനുസരണത്തോടെ ചെയ്യുന്നവർ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ വിശ്വാസികൾ ആരെന്ന് ഗലാത്യലേഖനം 5:22-23 വാക്യങ്ങളിലും ആ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ക്രിസ്തുവിലേക്ക് നോക്കുകയും അവനിൽ ആശ്രയിക്കുകയും അവനിൽ സ്വയം സമർപ്പിക്കുകയും അവനിൽ ആശ്രയിക്കുകയും നീതിക്കും രക്ഷയ്ക്കും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ആളുകളാണ്, ആ ആടുകളെയാണ് നിത്യജീവനിലേക്ക് അവൻ പ്രവേശിപ്പിക്കുന്നത്. ഇവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നാം ഒരു ബാറ്റിൽ ഫീൽഡിലാണ്. നമ്മെ പിന്നെയും ദുഷ്ടന്റെ ചതിക്കുഴിയിൽ അകപ്പെടുത്തുവാൻ പിശാച് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അവൻ ആക്രമിക്കുവാൻ സാധ്യതയുള്ള 3 വിൻഡോസിനെ കുറിച്ച്, 3 കവാടങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഒന്ന് പുറം ലോകമാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മൂന്നാമത്തേതും ക്രിസ്തുവിന്റെ ശരീരമാം സഭയുടെ ഭാഗമായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അവൻ പോരാടി നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നിത്യജീവന് അവകാശം പ്രാപിക്കുവാനായി നല്ല യുദ്ധസേവ ചെയ്യുവാൻ, നല്ല പോരാട്ടം കഴിപ്പാൻ 24/7 വിജിലന്റായി ഈ യാത്ര തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകളിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവേ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവേ ഞാനായല്ലോ. യേശുവേ ഞാനായല്ലോ. യേശുവേ ഞാനായല്ലോ. ആമേൻ. യേശുവേ ഞാനായല്ലോ. യേശുവേ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവേ ഞാനായല്ലോ. ആർക്കും
സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്? ഇന്നുവരെയും ആർക്കും കഴിയില്ല, മേലാലും കഴിയുകയില്ല. ആമേൻ. ഇന്നുവരെയും ആർക്കും കഴിയില്ല, മേലാലും കഴിയുകയില്ല. യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ. ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാനായല്ലോ.